നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസാക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടത്തും. അവരെല്ലാവരും ഏക മനസ്സോടെ സലോമന്റെ അതിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരെല്ലാവരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോവനെ പുകഴ്ത്തി പോകുന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരെ സ്ത്രീകൾ കർത്താവ് വിശ്വസിച്ച് ചേർന്ന് വന്നു. രോഗികളെ പുറത്തുകൊണ്ടുവന്ന പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേലും വീഴേണ്ടതിന് വീതികളുടെ മേലും കിടക്കുകമേലും കിടത്തും. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണത്തിൽ നിന്നും പുരുഷന്മാർ വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സഖ്യം പ്രാപിക്കുകയും ചെയ്യും. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സമ്പാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രായപ്പത്തിലൂടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിപ്പാൻ അവർ അവരുടെ ശിഷ്യന്മാരെ വേർതിരിച്ചു. തൊണ്ണൂസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയ ആശയന്മാരും യൂദന്മാരും ജ്ഞാനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യാതിരിക്കുക. അവന്റെ മേൽമേൽ നിന്നും റൂമാനും ഒത്തിരിയും രോഗിയുടെ മേൽ കൊണ്ടുവന്നിട്ടുകയും വ്യാധികൾ അവരെ വിട്ടുമാറി നിരാത്മാ പ്രവൃത്തിയും ചെയ്തു. ഹബീബായി പാർക്കുമോ. Where is boasting then? It is excluded. By what law? Of works? No, but by the law of faith. Therefore, we conclude that a man is justified by faith apart from the deeds of the law. Or is he the God of the Jews only? Is he not also the God of Gentiles? Yes, of the Gentiles also. Since there is one God who will justify the circumcised by faith and the uncircumcised through faith. Do we then make void the law through faith? Certainly not. On the contrary, we establish the law.
What then shall we say that Abraham, our father, has found according to the flesh? For if Abraham was justified by works, he has something to boast about, but not before God. For what does the scripture say? Abraham believed God, and it was accounted to him for righteousness. Now to him who works, the wages are not counted as grace but as debt. But to him who does not work but believes on him who justifies the ungodly, his faith is accounted for righteousness. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിക്കണേ, കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്നത് വിശുദ്ധനായ രക്ഷാസവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യകമറിയാമെന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ളവനും നമ്മുടെ കർത്താവും ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശുദാൻ ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ ശരീരം മുഴുവനും കുഷ്ഠരോഗം കൊണ്ട് നിറഞ്ഞ ഒരുവൻ വന്ന് യേശുവിനെ കണ്ട് വീണ് അവരോട്, എന്റെ കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു പറഞ്ഞു. യേശുദാൻ തന്റെ കൈ നീട്ടിയവനെ തൊട്ട് അവരോട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാവുക എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവന്റെ കുഷ്ഠത്തിൽ അവനെ വിട്ടുമാറി. യേശുദാൻ അവനോട് കൽപ്പിച്ചു, നീ ആരോടൊന്നും പറയരുത്, എന്നാൽ നീ പോയി മോശ കൽപ്പിച്ചിട്ടുള്ള പ്രകാരം ആചാരന്മാരുടെ സാക്ഷ്യത്തിനായി നിന്നെ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി വഴിപാട് കഴിക്കുകയും ചെയ്യുക. യേശുവിനെ കുറിച്ചുള്ള കീർത്തി അധികമായി വ്യാപിച്ചു. അവരിൽ നിന്നും വചനം കേൾക്കുവാനും രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുവാനുമായി വളരെ ജനങ്ങൾ വന്നുകൂടിക്കൊണ്ടിരുന്നു. അവൻ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സൂര്യാസ്തമയത്തോടുകൂടി വിവിധ രോഗബാധിതരായ സർവ്വരോഗികളെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരെയും തന്റെ കൈവച്ച് അവരെ സുഖപ്പെടുത്തി. പിശാചുക്കളും നീ ദൈവപുത്രനായ മിശിഹായാകുന്നുവെന്ന് അട്ടഹസിച്ച് പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്നും ഒഴിഞ്ഞുപോയി. താൻ മിശിഹായായിരിക്കുന്നുവെന്ന് അവരറിഞ്ഞു എന്ന് പറയുവാൻ സമ്മതിക്കാതെ അവർ അവരെ വിലക്കി. പറയുന്നു, നിങ്ങൾക്കെല്ലാം ശാന്തി ഉണ്ടായിരിക്കട്ടെ. Page number 281, English 321, 321. സൃഷ്ടി ഇലങ്കുടയോ കാട്ടി ശക്തിയതിങ്ങൾ വിശ്വാസം ഗുരുവയറ്റോ തന്നെ നിന്നീച്ചു പങ്കിലവാദം താനർമലവാക്കി സുന്ദരനായി ആദരനിരുന്നീറ്റു വിസ്മയമീക്ഷണഹർഷതാ ജനമുൽഘോഷി
നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതി നിത്യമിടപെടാതെ അർപ്പിക്കപ്പെടുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ദാവീദുപുത്രിയിൽ നിന്നും ജനിക്കുകയും ഗോകുൽത്തായിൽ വെച്ച് മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസികളായ ജനങ്ങൾക്ക് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ മതിയാവുകയും ചെയ്ത ജീവന്റെ അപ്പമായ കർത്താവിന് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് സകല നാടുകളിലും നേരങ്ങളിലും നാടുകളിലും അടിയങ്ങളായി കൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. പകർന്യവും സ്വന്തമായ പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെ ദിവ്യവും സ്വർഗീയമായ വിശ്വാസികളുടെ മുൻപാകെ ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെ ബഹുമാനപ്പെട്ട പട്ടക്കാരകളാൽ മുദ്രിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ നിന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ സകലജനങ്ങളുടെ പാപങ്ങളെയും മായച്ചു കളയണമേ. ഉത്തമനേ ദേവദൂതൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള വിശുദ്ധ സഭയുടെ പ്രതികളായ സകല വാദിപ്പോയവരുടെ ആത്മാക്കളെയും നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമിതി തെളിക്കണമേ. കർത്താവാദി കർത്താവ്, മഹത്വത്തിന്റെ നാഥനുമായ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകലരുടെ ശിക്ഷകൾ ദയാപൂർവം ഞങ്ങളിൽ നിന്നും നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപടികളെ ഞങ്ങളിൽ നിന്നും കരുണാപൂർവം തടുത്തു മാറ്റി കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിൽ ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ദൈവാദിദൈവവും കർത്താവും തിരുസന്നിധിയിലും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരനുമായുള്ളവേ, തിരുമുൻപാകെ തന്റെ തേജസ്സിൽ അഗ്നിമേന്മാർ പരിഭ്രമിക്കുകയും തന്റെ ദർശനത്താൽ ആത്മീയ ഭയന്ന് പിറക്കുകയും ചെയ്യുന്ന എന്റെ നാഥ, നിന്റെ മുൻപാകെ ഞങ്ങൾ മടങ്ങി നിന്റെ ദൈവത്വത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സൗമ്യന്മാരുടെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ മധ്യരഹസ്യങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങൾ തിരുമുൻപാകെ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ സന്നിധിയിലും വിശുദ്ധമായി നിന്നുകൊണ്ട് നിന്റെ ആത്മീയ വേഷമേ വെടിപ്പോട് ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വേണ്ടി നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ പരിശുദ്ധ റൂഹായെ ഞങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ അപ്പമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ.
നിർമ്മലമായ സുഗന്ധബലികൾ നിനക്ക് നിങ്ങൾ അർപ്പിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിർമ്മലമാക്കി തരണമേ. ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേ. സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്നും തുടച്ചു നീക്കണമേ. ശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളെയും അർഹരായി ഭവിക്കണമേ. അവരോടൊരുമിച്ചും അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എപ്പോഴും എപ്പോഴും സമർപ്പിക്കുമാറാകണമേ. പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാഥന് ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. നമ്മുടെ മാതാപിതാക്കന്മാരുടെ സഹോദരി സഹോദരങ്ങളുടെ മേധാക്കന്മാരുടെ മേലും ഗുരുക്കന്മാരുടെ മേലും മരിച്ചുപോയവരുടെ മേലും വിശുദ്ധസഭയുടെ പ്രജകളായ വിശ്വാസികളായ സകലമായിപ്പോയവരുടെ ആത്മാക്കൾ രണ്ട് ലോകങ്ങളിലും കരുണ ചെയ്തുകൊണ്ട് പാപിയായ രൂപങ്ങളെ ശ്രദ്ധയെ ശുദ്ധീകരിക്കുന്നവരാകുന്നു. ദിവജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ടവട്ടക്കാർക്ക് പ്രാർത്ഥന ഏറ്റുചൊല്ലേണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു. ഏകപുത്രനും സത്യദൈവവും ജനിച്ചതും സൃഷ്ടിയല്ലാത്തതും സാരാംശത്തിലും സർവ്വതാത്മാതരമായി നിർമ്മിച്ചവനും മനുഷ്യരായ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗം നൽകി വിശുദ്ധമായ ശരീരമായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി ജീവനോരെ മനുഷ്യരെ പിടിപ്പാൻ തന്റെ വലിയ ബോധത്തോടെ നിർമ്മാണിക്കുന്നതിനും തന്റെ രാജ്യമായ വിശ്വസിക്കുന്നു. പിതാവിനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സംസാരിച്ചതുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നോക്കി പാടുന്നു.
മുഖാന്തരം ഈ ആത്മീയവേഷം ഞങ്ങൾക്ക് നീ ഒരുക്കി തന്നവല്ലോ. രക്താത്മകമല്ലാത്ത ഈ ബലിയർപ്പണം ഞങ്ങളിൽ നിന്നും അംഗീകരിച്ചു നിന്റെ പരിശുദ്ധാത്മദാനം ഞങ്ങൾക്ക് നൽകണമേ. നിർമ്മല ഹൃദയത്തോടും ദിവ്യസ്നേഹത്തോടും പരസ്പരം സമാധാനം നൽകുവാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവും പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബകുല സുബാൻ ലവമേ. ആർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ രാഷ്ട്രം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്തോത്രമി കർത്താവിൻ സ്തോത്രമി വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം നാം തൽസ്തോയും ശൈലോയും നമ്മെ കാക്കട്ടെ നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിൻ ഭാഗം നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ ശാന്തിയും സമാധാനവും നിന്റെ സസ്യസ്നേഹവും അനാദ്യമായ നിന്റെ ദൈവത്തിന്റെ സ്വാഭാവികമായ കരുണയും ലോകാവസാനത്തോളം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബകുല സുബാൻ ലവമേ. രാജാതിരാജാവേ, കർത്താതി കർത്താവേ, തിരുമുൻപാകെ വന്നിച്ച് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കരുണാപൂർവം ഞങ്ങളെ നീ വീക്ഷിച്ച് ഹൃദയപിടിപ്പോടും ആത്മശരീര വിശുദ്ധിയോടും കൂടി നിന്റെ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണം. ഹോശോ വബകുല സുബാൻ ലവമേ. നാമെല്ലാവരും ഭക്തിയോടും ഭയത്തോടും മരണത്തോടും വെടിപ്പോടും ശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും ദൈവത്തോടും കൂടെ ഭയങ്കരവും പരിശുദ്ധവുമായ സൂക്ഷിക്കണം. സ്വരത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനവും ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സസന്തവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഒഴിവിൽ പിതാവ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശിഹാദംബരാനിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടെ കർത്താവേ നമുക്ക് സ്തോത്രം ചെയ്യാം.
ക്രൂബീന്മാരും നിന്റെ സന്നിധിയിൽ ചുറ്റി നിന്നുകൊണ്ട് നിർമ്മല കീർത്തനങ്ങളും ദൈവിക ഗാനങ്ങൾ പാടി നിന്നെ സ്തുതിച്ച് അട്ടഹസിക്കുന്നു. അവരോടുകൂടി ഞങ്ങളും കാദേശ് പാടി നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപികളായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണവരെ നോക്കാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് നിങ്ങളിത് വാങ്ങിവീക്ഷിപ്പിക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്നൊരു അപ്രകാരം തന്നെ കാസായപ്പെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ ശ്രീഹന്മാർ നൽകിയവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചെറിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്നരുൾ ചെയ്തു. നിങ്ങൾ സമ്മതിക്കുന്നു. ഇത് അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും സ്മരിച്ചുമ്പോൾ വീണെന്ന് താൻ കൽപ്പിച്ചു. ബലഹീനരും പാപികളുമായ നിന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മനുഷ്യ സ്നേഹമുള്ളവനായി നിന്നോട് പ്രാർത്ഥിക്കുന്നു. കാലാവസാനത്തിൽ നീ വെളിപ്പെട്ട് എല്ലാവർക്കും അവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമായ പ്രതിഫലം നൽകുന്ന സമയത്ത് നിന്റെ ആരാധകരുടെ മേൽ ദയവ് തോന്നി നിന്റെ അവകാശത്തെ സംരക്ഷിച്ചുകൊള്ളുമാറാകണമേ. അതിനുവേണ്ടി ഇങ്ങനെ സംഭവിക്കുവാൻ നിന്നോട് നീ മുഖാന്തരത്തിന്റെ പിതാവിനോട് സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമാകുന്ന
പരിശുദ്ധനും ആകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും ഇന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരോടും കൂടി സമാധാനവും ഞങ്ങളെല്ലാവരോടും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. ആനിൻ മുറിയോ ആനിൻ മുറിയോ ആനിൻ മുറിയോ ഉസ്വസ്രാഹ മേലായ കുരിയലായിസോ കുരിയലായിസോ കുരിയലായിസോ. പരിശുദ്ധ ഈ അപ്പങ്ങളുടെ ദൈവമായ മശിഹായ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ കലർത്തപ്പെട്ട ഈ കാസായി ഞങ്ങളുടെ ദൈവമായ മശിഹായ രക്തമാക്കി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. ഈ വിശുദ്ധ രഹസ്യങ്ങൾ നിങ്ങൾക്ക് കടകളുടെ മോചനത്തിനും ആത്മശരീര സ്വസ്ഥതയ്ക്കും മനസ്സിന് സ്ഥിരതയ്ക്കുമായി തീരണം. വിശ്വാസികളായ ഞങ്ങളിൽ ഒരുവൻ പോലും നഷ്ടപ്പെടുവാനിടയാകാതെ പരിശുദ്ധാത്മനാൽ നിർമ്മലായി നയിക്കപ്പെടുവാൻ അർഹരാക്കി തീർക്കണം. ഞങ്ങൾ നിനക്ക് ഏകജാതനും നിന്റെ പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണം. ഹോശോ നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ വിശ്വാസങ്ങളെ മേച്ചുവരിക്കുന്ന ശുദ്ധിവാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ മാതൃകർഗീശന്മായ ആപന്മാരും ജ്ഞാതിയോസിനു വേണ്ടി ആപന്മാർ ബസീലിയോസ് മാർത്തിമ മാത്യൂസ് ക്രിസ്ത്യൻ കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും ആപന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആപന്മാർ ഫിലോസിനോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ താമോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇവിടെ ആത്മീയപിതാക്കന്മാർ കുറ്റമില്ലാത്ത ജീവിതത്താൽ വെടിപ്പിലും വിശ്വസിക്കുന്ന നിന്റെ ആടുകളെ മേച്ചു ഭരിക്കുമാറാകണമേ. നിന്റെ നാമത്തിന് ബഹുമാനത്തിന് പ്രസാദകരമായ ആത്മീയ ആട്ടിൻകൂട്ടമായി വിശ്വാസികളായ ജനങ്ങളെ അവർ നയിക്കുമാറാകണം. ഓരോരുമിച്ച് നിരക്കുന്ന ഏകജാതന പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബകുല സുബാൻ ബാധിക്കുമ്പോൾ സുരക്ഷാമായ പലവിധമായ കഠിന ഭക്ഷണരാകപ്പെട്ട് നിന്നെ ആശിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിന് രക്ഷിക്കാൻ വേണ്ടിയും ഇനി അടിയനും ഈ സമയത്തിന് വളർന്നുവാനായിട്ട് നിസ്സാരവും പേരുമായ ഞങ്ങൾ മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുന്ന വിശ്വാസികളും സത്യവിശ്വാസികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വാസങ്ങളാകുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യമായിക്കും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായ ദൈവമായിട്ടും കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ജനത്തിന്റെ പ്രതിഭാവനാശം കൂടാതെ ഇപ്പോഴും ജീവിക്കാൻ ഉത്തമനും മഹാകാരുണ്യവാനുമായ നാഥൻ എന്ന നിലയിൽ നീ അവർക്ക് ചെയ്തു കൊടുക്കുന്ന നന്മകളെയും കാരണത്തെയും ഓർ തിരിച്ചറിയുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണം. ഹൗശോ വബകുല സുബാൻ ലവൽമീ. നാലുപാടുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേവകളെയും സത്യവിശ്വാസം നിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സമൂഹവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ ഭരിക്കുന്നവർക്ക്
പരിശുദ്ധമാരാകവരുടെ സൈന്യങ്ങളെ സഹായത്തിനെ ചൂടക്കണം. കഠിനോപദ്രവങ്ങളിൽ നിന്നും അദൃശ്യമായ ബലിയാടിൽ നിന്നും അവരെ രക്ഷിക്കണം. വിശ്വസ സഭയുടെ ശത്രുക്കളുടെ കടികളിൽ നിന്നും അവരെ കാത്തുകൊള്ളണം. പ്രശാന്തമായ സമാധാനത്തിലും ഐക്യബന്ധത്തിലും പ്രത്യാശപൂർവ്വം ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വവകുല സുബാലവമേ. പാലിക്കുമ്പോൾ ഭൂമിയിലെ സകല മനുഷ്യങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മാത്രമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ നിർമ്മതായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോട് കൂടെ പുരുഷന്മാരെ നബിമാരെയും പ്രസംഗക്കാരായ സ്നേഹിതന്മാരെയും എൻജിലിസ്തന്മാരും സഹോദരന്മാരും മൗദ്യാന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനും മുന്നോട്ടുകാരനുമായ മാരുഹാനും മബ്ദാനായും വിശ്വഭാഷന്മാരും പ്രധാനിയും സഹോദരന്മാരും മുൻപരുമായ ഭക്ഷണം മാത്രമുള്ളവനായ മാസ്നേഹിക്കും സ്ലീഹന്മാരും തലന്മാരും ബന്ധപ്പെട്ട മാർപത്രോസ്നെയും മാർഗോലോസ്നെയും നമ്മുടെ പിതാവായ മാർത്തോമസ്ലീഹായെയും ശേഷം സകല ശ്രുതിമാന്മാരെയും ശ്രുതിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കൂട്ടുകയറിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ഇഷ്ടന്മാരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കണമേ. അവരോട് ഒരുമിച്ചുള്ള ഓഹരിക്ക് ഞങ്ങളെയും അർഹരാക്കണമേ. നിന്റെ രാജ്യത്തിൽ അവരെ പോലെ ആനന്ദം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വവകുല സുബാലവമേ. ശുദ്ധിവാന്മാരുടെ സദന്തോടെ മുൻപോട്ടേക്ക് പ്രാചം ശ്രമിക്കുന്നവരെ ശ്രമിച്ചതായി മനപ്പെട്ടേ പരിശുദ്ധമായ 3 പുതുസങ്ങളെയും അവയെ സംബന്ധിച്ച ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊസ്ലേമിലെ ഒന്നാമത്തെ പ്രധാനജനമാരിയാകും മാർഗരാജ്യസമൂഹമായും മാറപ്രവും കപ്പതോക്കരെ മാർഗസേലിയോസും മാർഗീയോസും സഭനായ മാറിവാനിയോസും അശാന്തിന്റെ മാർത്താനിയോസും മാർഗീയോസും മാർദിയസ്കോറസും അമോക്കിലെ മാർഗീയോസും അന്ത്യോക്കിലെ മാർസേവിയോസും ശ്രോകിലെ മാറിയാക്കും മാറിയാക്കോ പ്രധാനമായി മാർബാലായി മാർഗസേലിയോസും പരിമലം മാർഗീയോസും സഭാപാസും മാർഗീയോസുമായ പിതാക്കന്മാരെയും ശ്രേഷ്ഠരായ നമ്മൾക്ക് സദയം വീഴ്ച വയ്ക്കുന്നവരായ എല്ലാ പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. ചോളമില്ലാത്തതുമായ വിശ്വാസേവരായി ഇവരുടെ മുമ്പ് ഇവരോടുകൂടി ഇവരുടെ ശേഷമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന മുമ്പോട്ട് ആയിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ പിതാക്കന്മാരുടെ നേരായ പിന്നണികളിൽ നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവരുടെ സസ്യത്തെ കൗശലമായി പീഠമായി ഞങ്ങളെ അധരങ്ങൾ കൊണ്ട് വ്യത്യാസപ്പെടുത്തുമാറാകരുത്. വിനിയോജനത്തിന് പ്രീതികരമായ നിർമ്മലതയോടും നിഷ്കളങ്കതയോടുകൂടി നിന്റെ നേർവഴികളിൽ ഞങ്ങൾ ചരിക്കുമാറാകണം. ഞങ്ങൾ നിന്റെ ഏകജാതനത്തിന്റെ പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണം. ഹോശോ വവകുല സുബാലവമേ. പാറയ്ക്കുമോ അരുവികളുടെയും സകല ജഡങ്ങളുടെയും ഉടയനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി വിദ്യ പ്രാപിച്ചു വിശ്രമത്തിന്റെ അടുത്ത് വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്വാരിൽ നിന്നും ഈ പള്ളി നിന്നിയ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗത്തു നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരുന്നുകളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായി തന്റെ അനുഗ്രഹം മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാകുവാൻ നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർന്നുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയലായിസോ എന്ന് അടച്ചു പറയണം. വന്ദനായ ദൈവമേ, സകലത്തിൽ പ്രാപിച്ചവരും നിന്റെ കരുണയുടെ പ്രത്യാശയിൽ വിശ്രമിച്ച് നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതായ ജീവീഭൂതമായ ശബ്ദം കേൾക്കുവാൻ അവരെ അർഹരാക്കണമേ.
കൃപയോടെ ഞങ്ങൾക്ക് ശാന്തമായ അന്ത്യം നൽകി ദയാപൂർവ്വം ഞങ്ങളുടെ കുറ്റങ്ങൾ വായിച്ചു കളയണമേ. ലോകത്തിൽ പാപം കൂടാതെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് നിന്റെ ഏകമത്വത്തിൽ ഒരുവൻ മാത്രമാകുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. മെത്തിലോസ് ഒഫ്ലാൻ വൽവലൂ. മനസ്സോട് മനസ്സോടാകെ അറിവോടാകെ നിന്റെ മുമ്പിൽ ഞങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ ഞങ്ങളുടെ മരിച്ചുപോയവരിൽ പാപച്ചുമടുകളെ നീക്കിക്കളഞ്ഞ് നിന്റെ നിയമലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകരും വിമോചകരുമായിരിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യം വാഴ്ത്തപ്രദമായ നിലതാം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും പരിശുദ്ധ റൂഹായോടും കൂടി ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിച്ചു പോത്ത മൊത്തീകരിക്കപ്പെടുമാറാകണമേ. ഹോശോ വബകുല സുബ്ഹാൻ ലവലി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വാർക്കുമോ ജന്മദിനവും വിവാഹവാർഷികം ആചരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും വേണ്ടി നമ്മുടെ കർത്താവിനോട് ധാരാളം അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു. വീണ്ടും അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സമാധാനത്തിലും ശാന്തിയിലും അവർ ജീവിക്കുന്നതിന് വേണ്ടി പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും അവർ കാത്തുകൊള്ളപ്പെടുന്നതിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ അവകാശികളാകുന്നതിന് വേണ്ടി എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ സൗജന്യമായി നൽകണമേ. കാരുണ്യവാനായ കർത്താവേ, നീ സകലത്തിനും ഉപരിയായി ആഘോഷിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നവരാകുമല്ലോ. ദരിദ്രരും വെളിയവരും നിന്റെ ദാസരമാകുന്ന ഞങ്ങൾ വെടിപ്പോടും ശുദ്ധിയോടുകൂടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം യോഗ്യരാകണമേ. സ്വർഗസ്ഥനായ
ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവരുമായ കർത്താവേ, പരീക്ഷകളിൽ ഞങ്ങൾ പരാജയപ്പെടാൻ നീ അനുവദിക്കരുതേ. പിന്നെയോ അഹങ്കാരികളായ ദുഷ്ടനിൽ നിന്നും വക്രവും വഞ്ചകരമായ മാർഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണം. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിന്റെ പുത്രത്തെയും പരിശുദ്ധാത്മാവിന്റെയും ആവുന്നു. ഹോശോ വബകുല സുബ്ഹാനല്ലഹി നിങ്ങൾക്കെല്ലാം സമാധാനമുണ്ടായിരിക്കട്ടെ. വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, തിരുമുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ വിശ്വാസികളായ ജനങ്ങളെ അനുഗ്രഹിക്കണം. അപകടങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണം. ഈ വിശുദ്ധ കുർബാന വെടിപ്പോടുകൂടി അനുഭവിച്ച് പാപപരിഹാരവും വിശുദ്ധിയും പ്രാപിക്കുവാൻ അവരെ യോഗ്യരാക്കണം. നിങ്ങൾ നിരങ്ങളുടെ ഏകജാതന പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണം. ഹോശോ വബകുല സുബ്ഹാനല്ലഹി പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയില്ലാത്ത സ്വയംഭൂവും അനാദിത്വവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളിൽ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായി സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനിലേക്ക് പരിശുദ്ധ റൂഹായി നമ്മോടുകൂടി കർത്താവിന്റെ നാമമാകുന്നത് എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
നന്മകൾ ഹാലേലൂയായോ ഹാലേലൂയ ബലമായി രാജഭാമിനിയും നിങ്ങൾ ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വ്രതാനുഷ്ഠാനങ്ങളുടെ 50 പുണ്യനാളുകളിൽ ഒരാഴ്ച മട്ടക്കാലം നാം പിന്നിടുകയും രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ഞായറാഴ്ച യേശുക്രിസ്തുവിനാൽ കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ഗർഭോ സൺഡേ എന്നറിയപ്പെടുന്ന നോമ്പിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച
യേശുദമ്പുരാന്റെ ശുശ്രൂഷകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയായിരുന്നു സൗഖ്യദാനത്തിന്റെ ഹീലിംഗ് മിനിസ്ട്രി, സൗഖ്യദാനത്തിന്റെ ശുശ്രൂഷ. അത്തരത്തിൽ സൗഖ്യദാന ശുശ്രൂഷയുടെ ആരംഭം യഥാർത്ഥത്തിൽ നോമ്പുകാലത്തിൽ ഈ 2ാം ഞായറാഴ്ചയാണ് ആരംഭിക്കുന്നത്. വായിച്ചു കേട്ട വിശുദ്ധ ഭാഗം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും 4-ാം അധ്യായം 40 മുതൽ 41 വരെയുള്ള വാക്യങ്ങളുമാണ്. നമുക്കറിയാം, യേശുദമ്പുരാൻ പട്ടണത്തിൽ ഇരിക്കുമ്പോൾ ശരീരം മുഴുവനും കുഷ്ഠം നിറഞ്ഞ ഒരുവൻ വന്ന് യേശുവിനെ കണ്ട് കവിണ്ട് വീണ് അവനോട്, എന്റെ കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ സാധിക്കുമെന്ന് യേശുദമ്പുരാനോട് അപേക്ഷിക്കുന്നു. ഉടനടി യേശുദമ്പുരാൻ അവനെ സ്പർശിക്കുകയും അവനോട് പറയുകയും ചെയ്യുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമായി തീരുക. ഒരു ചെറിയ സ്നേഹസ്പർശം കൊണ്ട് യേശുദമ്പുരാൻ ഈ കുഷ്ഠരോഗിയുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും യേശുദമ്പുരാൻ സ്പർശനം മൂലം, ടച്ച് മൂലം ഇടപെട്ടിട്ടുണ്ട്. അതൊരിക്കലും കൈകൾ കൊണ്ടുള്ള ഒരു സ്പർശനം എന്ന് മാത്രം നമുക്ക് അനുമാനിച്ചു പോകുന്നത്. അതിലുപരിയായിട്ട് ഇങ്ങനെ എല്ലാത്തരം സ്നേഹസ്പർശങ്ങൾക്കും ഇങ്ങനെ രൂപാന്തരം സംഭവിക്കുമെന്നുള്ള ഒരു വലിയ വാക്യം യേശുദമ്പുരാൻ നമ്മളോട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുകയും, അത് യേശുവിന് മാത്രമല്ല, യേശുവിന്റെ ശിഷ്യ സമൂഹത്തിലും അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ഓരോ മനുഷ്യർക്കും സാധിക്കുന്ന ഒന്നാണ് എന്നാണ് ഒന്നാമത്തെ നിർദ്ദേശം. സ്നേഹപൂർവമായ നമ്മുടെ ഇടങ്ങളിലുള്ള സ്നേഹസ്പർശങ്ങൾ, അത് മറ്റുള്ള മനുഷ്യരോട്, സഹജീവികളോട് കാണിക്കുന്ന സ്നേഹസ്പർശങ്ങൾ, അത് ഏത് വിധേയമാകാം. ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ട് ഒരുപക്ഷെ ഒരു ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും. ചിലരോട് സംസാരത്തിലൂടെ നമുക്ക് ഇടപെടാൻ സാധിക്കും. മറ്റു ചിലരോട് ചില സഹായങ്ങൾ കൊണ്ട് ഇടപെടുവാൻ സാധിക്കും. ഏതൊക്കെ രീതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സ്നേഹപൂർവ്വതകൾ പ്രവേശിച്ചിരുന്നു, അവിടെയൊക്കെ ഒരു വലിയ രൂപാന്തരം സംഭവിക്കുമെന്ന് യേശുദമ്പുരാൻ ഒന്നാമത് ഈ വേദഭാഗത്തിൽ പറയുകയാണ്. നമുക്കറിയാം, ഇത് സമൂഹത്തിൽ നടക്കുന്ന സ്നേഹസ്പർശം എന്ന് പറയുന്ന പല കാര്യങ്ങൾക്കും ഒരിക്കലും സ്നേഹത്തിന്റെ ഒരു പൊള്ളയായ പച്ചയായ സത്യം നിലനിൽക്കുന്നുണ്ട്. ഒരു കാപട്യത്തിന്റെ സ്പർശനം പലപ്പോഴും എവിടെയൊക്കെയോ മറന്നു നിൽക്കുന്നുണ്ട് എന്നുള്ളത് പുതിയ സമൂഹം നമ്മോട് സാക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് സമൂഹത്തിൽ സ്നേഹത്തിന്റെ സ്പർശത്തിലേക്കായി ഉപരി കപടതയുള്ള സ്പർശനമാണ് കൂടുതലുള്ളത് എന്ന് ഓർത്തു കൊടുക്കുക. കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടിയിട്ടുന്ന മനുഷ്യർ പലപ്പോഴും കപടതയുടെ കരങ്ങൾ നീട്ടിക്കൊണ്ട് മനുഷ്യ സമൂഹത്തെ ഇങ്ങനെ നീക്കിക്കൊണ്ടുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ കപടത നടക്കുന്നത് ചാരിറ്റികളിലാണ്. സഹായഹസ്തങ്ങൾ നീട്ടേണ്ടുന്ന, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തേണ്ടുന്ന, സൗഖ്യദാന ശുശ്രൂഷകൾ നടത്തേണ്ടുന്ന ഇടങ്ങളിലൊക്കെ പലപ്പോഴും സ്നേഹസ്പർശമല്ല, മറിച്ച് മറ്റ് കപടതയുടെ സ്പർശനങ്ങൾ പലതായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് പച്ചയായ സസ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ഇവിടെ ഒന്നാമതായിട്ട് യേശുദമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ കുലീനമായി നിങ്ങളുടെ സഹജീവികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു വാക്കോ, സ്നേഹത്തിന്റെ ഒരു സ്പർശനമോ, സ്നേഹപൂർവ്വമുള്ള സംസാരങ്ങളോ, ഇടപെടലോ, സഹായങ്ങളോ, അതൊക്കെ അവരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന്, മാറ്റം, സൗഖ്യത്തിന് കാരണമായി തീരുമെന്ന് വേദഭാഗം ഒന്നാമത് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത് വേദഭാഗം നമുക്ക് പറയുകയാണ്, ഇവിടെ യഥാർത്ഥത്തിൽ കുഷ്ഠരോഗിക്ക് അവരുടെ ശരീരം മാത്രമല്ല സൗഖ്യം പ്രാപിക്കുന്നത്. അന്ന് വരെ അവൻ നിലനിന്നിരുന്ന അല്ലെങ്കിൽ അവൻ അനുഭവിച്ചുകൊണ്ടിരുന്ന, ആ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ വലിയൊരു നിയമസംഹിതയെ അതിന്റെ അതിർവരമ്പുകൾ പൊട്ടിച്ച് വെളിയിൽ ചാടുകയാണ്. ലിവ്യ പുസ്തകം 13-ാം അധ്യായം 45-46 വാക്യങ്ങളിലും 14-ാം അധ്യായത്തിന്റെ 31 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങളിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു വലിയ നിയമസംഹിത നിലനിൽക്കുന്നു കുഷ്ഠരോഗികളുടെ മേൽ. കാരണം അത്തരത്തിലുള്ള മനുഷ്യരെ സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. പാളയത്തിന് പുറത്ത് നിൽക്കേണ്ടുന്ന ചില മനുഷ്യരാണ്. ഉള്ളിലേക്കൊന്നും പ്രവേശിക്കുവാനോ സാധാരണ മനുഷ്യരുടെ ഇടങ്ങളിലേക്ക് സംസാരിക്കുവാനോ ഇടമില്ലാത്ത അശുദ്ധരെ നിർത്തിയിരുന്ന ഒരു സമൂഹമാണ് കുഷ്ഠരോഗികൾ. അത്തരത്തിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം, ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരു മനുഷ്യനാണ് കുഷ്ഠരോഗി. ഒരിക്കലും അവന്റെ ശരീരത്തിന് മാത്രമല്ല അവ സൗഖ്യം വരുന്നത്, ഈ കർത്താവിന്റെ ഇടപെടൽ മൂലം യഥാർത്ഥത്തിൽ അവൻ സമൂലം മാറ്റം വരികയാണ്. ശരീരത്തിന്റെ രോഗം മാത്രമല്ല, മനസ്സിന്റെയും ആത്മാവിന്റെയും സമൂഹത്തിൽ അവൻ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ശ്വാസം മുട്ടിക്കുന്നതായ എല്ലാവിധ രോഗത്തിൽ നിന്നുമുള്ളൊരു വിടുതലാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത്,
ക്രിസ്തു കർത്താവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയാൽ അത് സമൂലമായ മാറ്റം. അവൻ ഇടപെടാനോ, അവൻ സ്പർശിക്കുവാനോ, അവൻ സഹായിക്കുവാനോ, അവൻ കരുണ കാണിക്കുവാനോ, അവൻ സംസാരിക്കുവാനോ തുടങ്ങിയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റം സംഭവിക്കുമെന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. ആൾദൈവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്ത് യഥാർത്ഥത്തിൽ ക്രിസ്തു കാണിച്ചു തരുന്ന ഒരു വലിയ സൗഖ്യദാന ശുശ്രൂഷിച്ചു. പലപ്പോഴും ആളുകൾ കൂട്ടി ബഹളങ്ങളിൽ വെച്ച് സ്റ്റേജുകളിൽ നടക്കുന്ന രോഗശാന്ത ശുശ്രൂഷകളൊക്കെ TV-യിലും മറ്റ് വീഡിയോകളിലും ഒക്കെ നാം കണ്ടിട്ടുണ്ട്. പലപ്പോഴും അതിന്റെ പിന്നാമ്പുറങ്ങൾ നമ്മൾ അന്വേഷിച്ചാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ രോഗിക്കും സൗഖ്യം ലഭിച്ച മനുഷ്യരൊക്കെ എന്ത് സംഭവിക്കുമെന്ന് ആരും ചിന്തിക്കാറില്ല. പലപ്പോഴും ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയ സ്നേഹത്തിന്റെ സ്പർശനം ലഭിക്കേണ്ടുന്ന ഇടങ്ങളിലൊക്കെ കാപട്യത്തിന്റെ സ്പർശനങ്ങൾ നടക്കുന്ന ഒരു പൊള്ളയായ ഒരു സത്യം, ഒരു മിഥ്യാധാരണയൊക്കെ ഇത്തരത്തിൽ ഇടങ്ങളിലുണ്ട്. യേശുദാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നാൽ, ഞാൻ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങിയാൽ പിന്നെ സമൂലമായ ഒരു മാറ്റം വരും. അത് ശരീരത്തിന് മാത്രമല്ല, ആത്മീകവും ശാരീരികവും അതിലുപരി ലോകത്തിന്റെ ഏത് മേഖലകളിൽ നിങ്ങൾ ശ്വാസം വിട്ടതോ അവിടെ നിന്നൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കലാണ് നിങ്ങളിൽ സംഭവിക്കുന്നതെന്ന് യേശുദാൻ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ ചെയ്യേണ്ടുന്ന ഒരു കാര്യം മാത്രം ചെയ്യണം. കുഷ്ഠരോഗി യേശുദാനെ കാണുന്ന മാത്രമേ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നു. അവൻ ഓടിച്ചെന്ന് അവന്റെ മുൻപിൽ കവിണ്ണു വീണു. അവന്റെ മുൻപിൽ കവിണ്ണു വീണു. പൂഴിമണ്ണിൽ മുഖവും താഴ്ത്തി ഒരു മനുഷ്യൻ കവിണ്ണു വീണാൻ ഓർക്കണം, അവന്റെ ശരീരവും തലയും മാത്രമല്ല അവിടെ കുമ്പിടുന്നത്, അവന്റെ ജീവിതം മുഴുവനും ഒരു വലിയ മനുഷ്യന്റെ മുൻപിൽ ഒരു ഗുരുവിന്റെ കാൽപാദങ്ങളിൽ സമർപ്പണമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. സമർപ്പിക്കുന്ന ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഇടപെടുന്നു. സമർപ്പിക്കുവാൻ തയ്യാറുള്ള ഏത് മനുഷ്യന്റെ മനസ്സിന്റെ ഇടങ്ങളിലും കോണുകളിലും അവൻ വന്ന് കൂടിയിരിക്കും. വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ഞാൻ കണ്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ക്രോഡീകരിക്കുകയാണ്. ഒന്നാമതായിട്ട് വേദഭാഗം നമ്മൾ സംസാരിച്ചു. ജില്ലാതരം സ്നേഹസ്പർശങ്ങൾക്കൊപ്പം സത്യത്തിൽ അവിടെ രൂപാന്തരം സംഭവിക്കും. മനുഷ്യരുടെ ഇടങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന കുലീനമായ ഓരോ ഇടപെടലും അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന രൂപാന്തരം ഉണ്ടാകും. രണ്ട് വേദഭാഗം ഓർമ്മപ്പെടുത്തി യേശുദാൻ ഒരു മനുഷ്യന്റെ ജീവിതങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയാൽ അവിടെ സമൂലമായ ഒരു മാറ്റം സംഭവിക്കും. കുറച്ച് മാത്രമല്ല, അതിലുപരി കട്ടമരങ്ങളൊക്കെ ഇങ്ങനെ കടലിൽ 2000 തിരകളിൽ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് പോലെ ജീവിതം മുഴുവനും മാറിപ്പോകുന്ന ഒരു വലിയ അത്ഭുതം ജീവിതങ്ങളിൽ സംഭവിക്കും. പക്ഷേ ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കുഷ്ഠരോഗിയെ പോലെ ആ മനുഷ്യന്റെ മുൻപിൽ കവിണ്ണു വീണ്ടുകൊണ്ട് വിശ്വാസത്തോടുകൂടി സമർപ്പിക്കുവാൻ സാധിച്ചാൽ യേശുദാൻ ഓരോ മനുഷ്യരുടെ ജീവിതങ്ങളിലും ഇടപെടുമെന്ന വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നു. ഈ നോമ്പുകാലം അവൻ ഇടപെടുവാനുള്ള ഒരു കാലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ രൂപാന്തരത്തിന് ഞാനും നിങ്ങളും ഒരു കാരണമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. കുഷ്ഠരോഗം ലഭിച്ച സമൂലമായ മാറ്റം എൻ്റെ ജീവിതത്തിലും മാറ്റം തരണമേ, സംഭവിക്കണമേ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പണപൂർവ്വം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്ന ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ാചാര്യന്മാരും മഹിമീനയവാന്മാരും അഭിഷിക്തമുഖം തിരുപ്പിക്കല്ലേ നിന്ദാസന്താവി നിന്മൂലം We
ജീവാസ്വരമതുണർത്തണമേ കബരീനും ധ്യാനദീന സ്തോമക്കാലം സ്തുതിയേലായിസോ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ വന്ദനം ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നെ അവരവരോടെ എഴുന്നേറ്റു ഉയരുന്നേ നിസ്തുതി ചെയ്തിടുന്നു വാഴ്ത്തുമോ
ദൈവം
ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാരത്തിൽ ഞങ്ങളുടെ വർഗത്തിൽ നിത്യമായ പദത്തിന് വേണ്ടി പരിപാലിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന ഒരു പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസന് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതായ രക്തങ്ങൾ അനുഭവിച്ചിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നിന്റെ അദൃശ്യമായ ബലത്തെ നീട്ടി വാഴ്ത്തണമേ. ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സമ്മതിക്കുന്നവരുമായ അവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിൽ എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ശിവശിഹ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരം ഞങ്ങൾ പാലിച്ചതുമായ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയും പ്രതികാരവുമായി തീർന്നേ. പിന്നെയോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ തന്നെ സ്തുതിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യകൃപാലയുടെ അനുഭവങ്ങൾക്ക് കടകളുടെ മോചനത്തിൽ പാപങ്ങളുടെ സമയത്തിലെ നിയമലംഘനങ്ങളുടെയും പരിഹാരത്തിൽ നിന്റെ ഏകപുത്രന്റെയും തിരുനാമത്വത്തിന്റെയും ആയി തീരുമാറാകണമേ. നിങ്ങൾക്കെല്ലാം സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട ഈ ഇസ്രായേൽ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി തീർന്നു നിന്റെ ബലിയർപ്പണം മൂലം ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ രക്ഷിതാവാകുന്ന ദൈവമായ കർത്താവേ, സകല വിനാശങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് തിരുനാമത്തിൽ ഞങ്ങളെ ആലയങ്ങളാക്കി തീർക്കണമേ. ഞങ്ങൾ നിരഞ്ജനവും അവകാശവുമാകുന്നു. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഹോശോ വബകുല സുബ്ഹാനല്ലഹി. കരുണാവാരിധി വൈദ്യൻ വന്ന പരവശരോഗികൾ അവനിൽ നിന്നും സൗഖ്യം നേടി. കുഷ്ഠത്താലേ സുജന
എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരപ്രദമാകുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹത്തോടുകൂടി വിശുദ്ധ ദുരത്വത്തിന്റെ കൃപയും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ പരിഗണിപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടി പോകുകയും ദൂരസ്ഥരുടെ സമീപസ്ഥലം ജീവനോടെ മരിച്ചുപോയി കർത്താവിന്റെ സ്നേഹമായി രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസ ഘോഷണയാൽ എതിർവത്തപ്പെടുന്നവരും ഈ വിശുദ്ധ ദുരത്വം നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കും, നിങ്ങളുടെ മരിച്ചുപോരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ ബലഹീനനും പാപിയുമായ ദാസനാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹങ്ങളും സഹായവും പ്രാപിക്കപ്പെടേണ്ടതാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കൈകൊള്ള